ഹലോ മൈ ഡിയേഴ്സ്, NAC കൂൾ ഓഫ് മൈൻഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പേർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് അപ്പോഴാണ് നിങ്ങൾക്കിത് യൂസ്ഫുൾ ആവുന്നത്. റെസനേറ്റ് ആവുന്നവർ മാത്രം ഇതെടുത്താൽ മതി, അല്ലാത്തവർ വിട്ടുകളയുക. അതുപോലെ ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രമേ എടുക്കാവുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആ വ്യക്തി നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ചെയ്ത് പോയിട്ടുള്ളതാണ്. അവർ തിരിച്ചു വരണമെന്നാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ ആദ്യം നിങ്ങളുടെ നെഗറ്റീവ് ഫീലിങ്സ് മാറ്റി വച്ചിട്ട് നിങ്ങൾ പോസിറ്റീവ് ഫീലിങ്സിലേക്ക് ആദ്യം നിങ്ങളെ കൊണ്ടുവരിക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ തമ്മിൽ ഉണ്ടായ യുദ്ധങ്ങൾ നിങ്ങൾ മനസ്സിൽ പറഞ്ഞ് ആ യുദ്ധം അവസാനിപ്പിക്കണമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങളുടെ കോപം എല്ലാം അവസാനിപ്പിച്ച്, നിങ്ങളുടെ ആശങ്കകൾ അവസാനിപ്പിച്ച്, നിങ്ങളുടെ ഉത്കണ്ഠകൾ അവസാനിപ്പിച്ച്, നിങ്ങളുടെ മനസ്സിൽ നിറച്ചും ആശങ്കകളും ഉത്കണ്ഠയും കോപവും നിരാശയും ഒക്കെ നിറഞ്ഞിരിക്കുന്നു എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളതൊക്കെ മാറ്റി വയ്ക്കുകയാണെങ്കിൽ പ്രശ്നങ്ങൾക്ക് കുറച്ച് പരിഹാരമുണ്ടാകുമെന്നുള്ളതാണ്. നിങ്ങളീ പ്രശ്നത്തെക്കുറിച്ച് നിങ്ങളുണ്ടായ അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായ അവസാന നിമിഷം നിങ്ങൾ തമ്മിലുണ്ടായ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾ ഒന്നുകൂടെ സ്റ്റഡി ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എവിടെയാണ് നിങ്ങൾക്ക് പോരായ്മകളുണ്ടായത് അല്ലെങ്കിൽ എവിടെയാണ് നിങ്ങൾക്ക് തെറ്റ് പറ്റിയത് എന്നുള്ളത് നിങ്ങൾക്ക് തീർച്ചയായും മനസ്സിലാവുമെന്നുള്ളതാണ്. അപ്പോൾ ആരുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് വന്നത്, നിങ്ങൾ അത് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ നിങ്ങൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. അവർ നിങ്ങളെ വഞ്ചിച്ചെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് പറ്റിച്ചെന്ന് തോന്നുന്നു. ഇങ്ങനെയൊക്കെ നിങ്ങൾ വളരെയധികം ചിന്തിക്കുന്നു. ഒരുപാട് നിങ്ങളുടെ ചിന്തകൾക്കാണ് ഇവിടെ പ്രശ്നമെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങളുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ നിങ്ങൾ ചില സമയത്ത് ചിന്തിക്കാം. നിങ്ങളുടെ മനസ്സ് അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് മാറാമായിരുന്നു എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന സമയമുണ്ട്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കാര്യങ്ങളെ നിങ്ങൾ കുറച്ചുകൂടെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കണമെന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾ ഒരുപാട് പഠിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അവർ ചിന്തിക്കുന്നത് നിങ്ങളുടെ ഭാഗത്താണ് മിസ്റ്റേക്ക് എന്നാണ് അവർ ചിന്തിക്കുന്നത്. എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളുടെ കടമ പ്രയോഗിക്കുക, യഥാർത്ഥമായ ബോധം നിങ്ങളുടെ ലക്ഷ്യത്തിലെത്തിക്കുമെന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ഭാഗത്തുണ്ടായ മിസ്റ്റേക്കുകൾ നിങ്ങൾ തിരുത്താൻ തയ്യാറാവണമെന്നാണ്. നിങ്ങൾ അവരെ ആത്മാർത്ഥമായിട്ടാണ് സ്നേഹിച്ചിട്ടുണ്ട്, അവർ നിങ്ങളെയും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഒരിക്കലും നിങ്ങൾക്ക് പിരിഞ്ഞു നിൽക്കാനോ മാറി നിൽക്കാനോ കഴിയില്ല എന്നുള്ളതാണ് സത്യം. അത് നിങ്ങൾ മനസ്സിലാക്കണം എന്നുള്ളതാണ്. ഇല്ല, നിങ്ങൾ തമ്മിൽ ആത്മാർത്ഥതയുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ തമ്മിൽ ഒരു റീയൂണിയൻ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കാമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് കഠിനമായി അധ്വാനിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇവിടെ നിങ്ങൾക്ക് കുറച്ച് കാത്തിരിക്കേണ്ട ആവശ്യമുണ്ട് എന്നുള്ളതാണ്. കാത്തിരിക്കുമ്പോൾ അത് സംഭവിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഇവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങളെന്ന് പറയുന്നത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആർക്കോ ഏറ്റവും കൂടുതൽ വാല്യൂ കൊടുത്തത് ആ വ്യക്തിയിൽ നിന്നാണ് നിങ്ങൾക്ക് ഒരകൽച്ച നേരിടേണ്ടി വന്നിട്ടുള്ളത്. നിങ്ങളതൊട്ടും പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് നിങ്ങൾ തമ്മിലുള്ള ഒരകൽച്ച വന്നിട്ടുണ്ടാവുക. അത് നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ
ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആ വ്യക്തി തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് വീണ്ടും വരണമെന്ന് നിങ്ങൾ ഒരുപാട് ആഗ്രഹിക്കുന്നു എന്ന് യൂണിവേഴ്സ് പറയുന്നു. എന്നാൽ അവരിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് തിരിച്ചടികൾ കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. നിങ്ങൾ അതിലൊക്കെ നിങ്ങൾ കുറച്ച് പാഠങ്ങൾ പഠിക്കേണ്ട സമയമായിരുന്നു. അതുകൊണ്ടാണ് നിങ്ങൾക്കതിൽ പാഠങ്ങൾ പഠിച്ചിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ എന്നിട്ട് നിങ്ങൾക്ക് പല പാഠങ്ങളും മനസ്സിലായിട്ടില്ല എന്ന് പറയുന്നുണ്ട്. ഇവിടെ ബ്രേക്കപ്പ് ചെയ്തു പോയ വ്യക്തിയെന്ന് പറയുന്നത് ഇപ്പോൾ കുറച്ച് പേരൊക്കെ ആത്മാർത്ഥമായിട്ടുണ്ടായിരുന്നവരാണ്. ചില സാഹചര്യങ്ങളിൽ അവർക്ക് നിങ്ങളുമായി മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ അവർ മാറി നിന്നതാവാം. അങ്ങനെ ഇവിടെ പറയുന്നുണ്ട്. ഇനി കുറച്ചു പേരെന്ന് പറയുന്നത് അത് അവർ മാക്സിമം ബ്രേക്കപ്പ് ചെയ്തത് തന്നെയാണ്. അത് കാരണം അവരെ നിങ്ങളെ കണ്ടിരുന്നത്, അതായത് ഒരു തരം ആൾക്കാർ നിങ്ങളെ കണ്ടിരുന്നത് എന്ന് പറയുന്നത് അവർ നിങ്ങളുടെ അടുത്ത് ആത്മാർത്ഥ സ്നേഹമോ പ്രണയമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. പക്ഷേ അവർക്ക് സാഹചര്യത്തിൽ നിങ്ങളെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥ ഉണ്ടായിരുന്നത് കൊണ്ട് നിങ്ങളെ അവർ കൊണ്ടുപോയെന്ന് പറയുന്നു. നിങ്ങളുടെ മുന്നിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് സാധ്യത കുറവാണെന്നാണ് പറയുന്നത്. ആ രണ്ടാമത്തെ വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മറ്റുള്ളവരുടെ ഒപ്പമുള്ള ഒരു വ്യക്തിയെന്ന് പറയുന്നു. അവർക്ക് നിങ്ങളുടെ ആത്മാർത്ഥമായ പ്രണയമോ സ്നേഹമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മറ്റുള്ളവരിൽ ഒരാളായി നിങ്ങളെയും കണ്ടു എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ആൾക്കാരെ, ഈ ബ്രേക്കപ്പ് വ്യക്തികളെ നിങ്ങൾ കാത്തിരിക്കുന്നതിൽ അർത്ഥമില്ല എന്ന് ഇവിടെ പറയുന്നുണ്ട്. കാരണം ആ വ്യക്തികൾക്ക് നിങ്ങൾ മറ്റൊരാളിൽ നിന്നും വ്യത്യസ്തരല്ല എന്നുള്ളതാണ്. നിങ്ങൾ അവരെ ഒരുപാട് സ്നേഹിച്ചു, പ്രണയിച്ചു, ഇഷ്ടപ്പെട്ടു, എല്ലാം ശരി തന്നെ ആയിരിക്കാം, എല്ലാം നിങ്ങൾ ചെയ്തു. പക്ഷേ നിങ്ങൾ ആഗ്രഹിച്ച തരത്തിലുള്ള ഒരു വ്യക്തി ആയിരുന്നില്ല നിങ്ങളടുത്തുണ്ടായിരുന്നതെന്നാണ്. അതുകൊണ്ട് അവർ നിങ്ങളെ വിട്ടുപോകേണ്ടി വന്നത്, അതായത് നിങ്ങളെ അവർക്ക് കിട്ടാൻ അർഹതയില്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സ് തന്നെ അവരെ നിങ്ങളിൽ നിന്നും അകറ്റി നിർത്തിയതെന്ന് പറയുന്നു. പക്ഷേ അതിൽ നിങ്ങൾ വേദനിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കി പഠിപ്പിച്ച് നിങ്ങൾ തിരിച്ച് നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വരാനാണ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സ് അങ്ങനെ വ്യക്തമായി പറയുന്നുണ്ട്. അങ്ങനെയുള്ള വ്യക്തികളല്ല നിങ്ങളെ ആത്മാർത്ഥമായി സ്നേഹിച്ചവരാണ്. നിങ്ങൾ തമ്മിൽ പിരിയാൻ ആവാത്ത ഇഷ്ടമുണ്ടായിരുന്നു എങ്കിൽ ആ ഒരു സാഹചര്യം കൊണ്ട് മാത്രമേ അങ്ങനെയുള്ളവർ പിണങ്ങിപ്പോകത്തുള്ളൂ, അല്ലെങ്കിൽ പിരിഞ്ഞു നിൽക്കാൻ പറ്റൂ. അല്ലാത്ത വ്യക്തികൾ അങ്ങനെയല്ല. അപ്പോൾ അങ്ങനെയുള്ളവരുടെ കാര്യം നിങ്ങൾ നോക്കണ്ട എന്ന് പറയുന്നു. ഇനി അടുത്ത് പറയുന്നത് ചെറിയ പ്രോബ്ലങ്ങൾ, എന്തെങ്കിലും സാഹചര്യങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളോ മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നിങ്ങൾ തമ്മിൽ പിരിഞ്ഞു നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഇവിടെ ഭയപ്പെടേണ്ടതില്ല. 1 മാസമല്ല, ഇനിയിപ്പോൾ 2 മാസമല്ല, കുറച്ച് നീണ്ട കാലയളവാണെങ്കിൽ പോലും ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് തന്നെ തിരികെ വരുമെന്നുള്ളതാണ്. അതിനുവേണ്ടി നിങ്ങൾ നല്ല രീതിയിൽ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം ചിന്തിച്ച് യൂണിവേഴ്സിനോട് എല്ലാ കാര്യത്തിലും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട്, ഇതുവരെയുള്ള നിങ്ങളുടെ ലൈഫിലുണ്ടായ എല്ലാ കാര്യങ്ങൾക്കും നിങ്ങൾക്ക് യൂണിവേഴ്സിനോട് നന്ദി പറയാം. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായതിനും അത് അവർ നിങ്ങൾക്ക് കാണാൻ കഴിഞ്ഞതിനും അതിനൊക്കെ നിങ്ങൾക്ക് നന്ദി പറയാമെന്ന് പറയുന്നു. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ മാക്സിമം നല്ല രീതിയിൽ തിങ്ക് ചെയ്യാൻ പറയുന്നുണ്ട്. നിങ്ങൾ നല്ല തിങ്ക് കൊണ്ടുവരണം നിങ്ങളുടെ മൈൻഡിൽ. മുന്നോട്ട് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈഫ് തിങ്ക് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് ആ വ്യക്തി തിരികെ വരുന്നതാണെന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. വ്യക്തിക്ക് നിങ്ങളിലേക്ക് വരാതിരിക്കാൻ കഴിയില്ല. കാരണം അത്രമാത്രം നിങ്ങളെ അവർ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നു. തിരിച്ച് നിങ്ങൾക്ക് മാത്രം സ്നേഹം നിങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സ്നേഹം നിങ്ങൾക്കല്ലാതെ മറ്റാർക്കും കൊടുക്കാൻ കഴിയില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് എവിടെ പോയാലും അവർ തിരിച്ചു വന്നു തന്നെ പറ്റത്തുള്ളൂ. അവർ തിരികെ വരിക തന്നെ ചെയ്യും. പക്ഷേ നിങ്ങൾ കുറച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്, ഇതൊരു സാഹചര്യമാണ്. ഈ സാഹചര്യം ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് കഴിയണമെന്നുള്ളതാണ്. നിങ്ങൾ ഒരിക്കലും അവരെ വഞ്ചകരായിട്ടോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട.
അല്ലെങ്കിൽ നിങ്ങൾ അവരെ വിശ്വസിക്കാൻ പറ്റാത്തവരായി പോയെന്നൊന്നും നിങ്ങൾ ഇവിടെ കരുതേണ്ടതില്ല എന്ന് പറയുന്നു. അവർ നല്ല രീതിയിൽ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും തിരികെ വരുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളുടെ ചിന്തകൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ചിന്തകൾ എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ചിന്തകളായിരിക്കണം. എങ്കിൽ മാത്രമേ ആ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് നടക്കത്തുള്ളൂ എന്ന് പറയും. നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങളുടെ ചിന്തകളാണ് നിങ്ങളുടെ ലൈഫ്. അപ്പോൾ എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് പവർഫുള്ളായ കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നെഗറ്റീവ് ചിന്തകൾ ഒരിക്കലും നിങ്ങളുടെ മൈൻഡിലേക്ക് കൊടുക്കാതിരിക്കുക. നിങ്ങൾ നല്ല പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊടുക്കുക. അതുപോലെ നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ അട്രാക്റ്റ് ചെയ്യുക. പൂർവാധികം ശക്തിയോടുകൂടി അട്രാക്റ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്തേക്ക് തീർച്ചയായിട്ടും വരുന്നതായിരിക്കും. യഥാർത്ഥ വ്യക്തിഗത ലൈഫിലേക്ക് പ്രകാശം, സംതൃപ്തിയൊക്കെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറയുന്നു. നിങ്ങൾക്ക് അംഗീകാരം കിട്ടാനും ഊർജ്ജസ്വലരായിരിക്കാനും കഴിയുമെന്നുള്ളതാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ഹാപ്പിയായിട്ട് തന്നെ ഇരിക്കണമെന്നുള്ളതാണ്. അതുപോലെ ആ വ്യക്തിയെ സംബന്ധിച്ച് നിങ്ങളെപ്പോഴും നെഗറ്റീവ് ചിന്തകൾ നിങ്ങളുടെ മൈൻഡിൽ കൊണ്ടുവരാതെ പോസിറ്റീവ് ചിന്തകൾ മാത്രം കൊണ്ടുവരിക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ആ വ്യക്തിയെ നിങ്ങൾക്ക് ഒരുപാട് വൈകാതെ തന്നെ, നിങ്ങൾക്ക് ഒരുപാട് വെയിറ്റ് ചെയ്യാതെ തന്നെ അവർ നിങ്ങളുടെ ലൈഫിലേക്ക് വന്നുകൊള്ളും. അവരും ആഗ്രഹിച്ചിരിക്കുന്നതാണ്. അവർ വളരെയധികം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളടുത്തേക്ക് വരാൻ. കാരണം അവർ തന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അവരുടെ ആ ഒരു ഇഷ്ടം, സ്നേഹമെല്ലാം തന്നത് നിങ്ങൾക്ക് മാത്രമാണ്. അവർ മറ്റൊരാളിന് കൊടുത്ത വ്യക്തികളല്ല. അപ്പോൾ അതുകൊണ്ട് അവർക്ക് നിങ്ങൾ മാത്രമേ അവർക്ക് സെറ്റാവൂ എന്നുള്ളത് കൊണ്ട് തീർച്ചയായിട്ടും അവർ നിങ്ങളടുത്ത് വന്നുകൊള്ളും. അതിനേതൊരു സംശയവുമില്ല എന്നാണ് പറയുന്നത്. കാരണം അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളടുത്ത് വരാൻ. ചെറിയ സാഹചര്യങ്ങൾ കൊണ്ടവർ ഇപ്പോൾ മാറി നിൽക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അല്ല എന്തെങ്കിലും വേറൊരു വിഷയമായിട്ട് പോയിട്ടുള്ളവരാണെങ്കിലും എന്തായാലും അവർ പഠിച്ച് മനസ്സിലാക്കിക്കോളും. അവർ തീർച്ചയായിട്ടും നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങൾ അവരെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. ആ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ. അപ്പോൾ നിങ്ങളത് ആഗ്രഹിക്കുന്നതനുസരിച്ച് അവർ നിങ്ങളടുത്തേക്ക് എത്രയും വേഗം വരും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ഓക്കെ, ബൈ.